നാൾ വഴി എന്തായാലും ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഈ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കേസാണ്. എന്താണ്, എങ്ങനെ മുന്നോട്ട് പോകാനാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം? അശ്വതി സൂചിപ്പിച്ച തന്നെ ഇതിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ തുടക്കത്തിൽ അത് നിലനിന്നിരുന്നു. ഇതെന്താണ് കാരണം? ഓരോ തവണയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദങ്ങളും മറുവാദങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കൊപ്പം പെൺകുട്ടിയുടെ പിതാവ് തന്നെ ചേരുന്നു. അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന സംഭവം? അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായല്ലോ. ആ വിധിയിൽ ഇവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് റിട്ട് ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ പ്രായപൂർത്തിയായവരാണ്, അവർ ആരെ കൂടി ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അത് കോടതി അംഗീകരിച്ചു. FIR റദ്ദ് ചെയ്തു. ആ കോടതിയുടെ ആ തീരുമാനം ഞാനും അംഗീകരിക്കുകയാണ്. കാരണം അവർ ഇനിയെങ്കിലും തെറ്റുകൾ തിരുത്തി നന്നായിട്ട് ജീവിക്കട്ടെ, എന്നിട്ട് കുടുംബത്തിനും സമൂഹത്തിനും നല്ലൊരു ജീവിതം അവർ കാണിച്ചു കൊടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചു. ഞാൻ അതിന് സമ്മതിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തിങ്കളാഴ്ച ഇനിയാന്ന ഒരു 9 മണിക്ക് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ മകളിങ്ങനെ മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ ഒരു വണ്ടി എടുത്ത് അവിടെ ചെന്നു. ഒരു വെളുപ്പിന് ഒരു 1:30 ആയപ്പോൾ ചെന്നു. അഡ്മിറ്റാണ്. അപ്പോൾ ഈ തലക്ക് ഇങ്ങനെ ഇടിയേറ്റ ഇതിൻ്റെ മുടച്ചിലുണ്ട്, വേദനയുണ്ട്, പിന്നെ കണ്ണിനൊരു പരിക്കുണ്ട്, പിന്നെ ചുണ്ടിന് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ആഹാരം കഴിക്കാനും സംസാരിക്കാനും പറ്റാത്ത അവസ്ഥയുണ്ട്, തലക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ ഒന്നും അവർ രാഹുലിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ അളിയനും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഒരു ചികിത്സയും തേടിയിട്ടില്ല. ഡോക്ടർ അതിൻ്റെ ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് CT സ്കാൻ എടുത്തു, എക്സ്റേ എടുത്തു. ഇതൊക്കെ ചെയ്തതിന് ശേഷം നേരം വെളുത്തു ഒരു 9 മണിക്ക് മുമ്പായിട്ട് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നേരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. അപ്പം അതിന് മുമ്പായിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് പോലീസ് സ്റ്റേഷനിലുണ്ട്. പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു അവളുടെ സർട്ടിഫിക്കറ്റും ഡ്രസ്സും ഒക്കെ അവരുടെ വീട്ടിലാണ്, അതൊന്ന് എടുക്കുന്നതിന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോലീസ് തയ്യാറായി, ഞങ്ങളുടെ കൂടെ വന്നു. അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അത് വാതിലൊക്കെ തുറക്കാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ട്, താക്കോലുണ്ടായിട്ട് പോലും ഈ രാഹുലിൻ്റെ അമ്മ അവിടെ ഉണ്ടായിട്ട് പോലും താക്കോലിട്ട് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പിന്നെ ഒരു ആശയനെ വിളിച്ചിട്ടാണ് അത് തുറന്ന് ഞങ്ങൾ കയറിയത്, പോലീസൊക്കെ കയറിയത്. അപ്പോൾ തുറന്നപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഇവളുടെ മൊബൈലിൽ ഇങ്ങനെ തല്ലിപ്പൊളിച്ചിട്ടിരിക്കണ അങ്ങനെ കാണുന്നത്. അത് ഞാൻ അകത്തോട്ട് കയറിയില്ല, മകളെ കയറ്റി പോലീസും കയറി. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഈ ഡ്രസ്സും സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് തിരിച്ച് ഇന്നലെ രാത്രി ഒരു 9 മണിയോടുകൂടി ഇവിടെ എത്തി. ഇപ്പം മകൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ മകൾ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അവന് വേണ്ടി മൊഴിമാറ്റി പറഞ്ഞതാണ്. അപ്പം അങ്ങനെ അത് കുടുംബത്തിനൊക്കെ വളരെ വേദന ഉണ്ടാക്കിയ സംഗതിയാണ്. അപ്പോൾ നീ എന്ത് പറയുന്നു? അപ്പോൾ അവൾ തീർച്ചപ്പെടുത്തി പറഞ്ഞു, ഒരിക്കൽ പോലും ഞാൻ ഇനി അവനെ കൂടി ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അത് പോലീസിൽ റിട്ടയറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവൾ പറഞ്ഞിട്ടുണ്ട്. അവളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾ ഇനി ജീവിക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇതിലൊരു മറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് മർദ്ദിച്ചതിന് ശേഷം ആംബുലൻസിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആംബുലൻസിന് സ്ട്രെച്ചിൽ ബെൽറ്റിട്ട് കിടത്തിയിരിക്കുന്ന ഈ കുട്ടിയെ അവർ അവിടെ അതിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു സംഗതി. അതെ, ആംബുലൻസിനകത്ത് വെച്ച് അത് ഒരു നിസ്സഹായാവസ്ഥയിലുള്ള ഒരു പെൺകുട്ടിയെ, ബെൽറ്റിട്ട് ഉറുക്കി കിടത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ എത്രയോ ക്രൂരമായ ഒരു പ്രവൃത്തി. അങ്ങനെയുള്ള ക്രൂര മനസ്സിന്റെ ഒരു ഓട്ടമ്മ, ഒരു സൈക്കോ ടൈപ്പായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കോടതിയിലെ കേസ് ഇത് ചെയ്തതാണല്ലോ, അപ്പോൾ വീണ്ടും അതിനുള്ള അപേക്ഷയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ആലോചിച്ച് ഞങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ആലോചിച്ച് അത് കോടതിയെ നമ്മൾ സമീപിക്കും. അതിനൊരു നിയമസഹായം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചാൽ വനിതാ പ്രൊട്ടക്റ്റഡ് സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്ത് നിയമസഹായം വേണമെങ്കിലും ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിയമസഹായം തേടണം. തേടിയതിനു ശേഷം കോടതിയെ നമ്മൾ സമീപിക്കും.
ആദ്യ തവണ എന്തായിരുന്നു സംഭവിച്ചത്? ചോദിച്ചിരുന്നു മകളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൊഴിയൊക്കെ മാറ്റേണ്ടി വന്നത്? അത് മൊഴി മാറ്റേണ്ടി വന്നതെന്ന് വെച്ചറിയാം. ഞാൻ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞ് ജൂലൈ 3-ാം തീയതി ഇവിടെ ജോലിക്ക് വേണ്ടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് ഞാൻ പോരുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവിടെ പോയി. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഇവിടെ വരും, ശനി ഞായറുകാർക്ക് അവധിയായതുകൊണ്ട്. അപ്പോൾ ഈ ശനി ഞായറും ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ അതിൽ സംശയം തുടർച്ചയായിട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സംശയം തോന്നി. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഇവളുടെ ഓഫീസിലേക്ക് ഞാൻ വിളിക്കുകയാണ് ചെയ്തു. അപ്പോൾ മാനേജർ എടുത്തു. മാനേജർ പറഞ്ഞു, അയ്യോ ജൂലൈ 21 വരെയും നിയമ ലീവിലാണ്, ടൂറ് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ ഒരു മാനസിക സംഘർഷത്തിലായതുകൊണ്ട് അതിനെ അനുവദിച്ചു കൊടുത്തു. ഒരു ഉല്ലാസമായിക്കോട്ടെ എന്ന് അങ്ങനെയാണ് അനുവദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് മിസ്സിംഗ് ആണെന്ന്. അപ്പോൾ ഇവള് അന്ന് തിങ്കളാഴ്ച 3-ാം തീയതി തിങ്കളാഴ്ച ഞാൻ റെയിൽവേ സ്റ്റേഷനിലാക്കിയതിന് ശേഷം ഓഫീസിൽ പോയിട്ടില്ല, ഇവരുടെ കസ്റ്റഡിയിൽ എടുത്തു. എന്തൊക്കെ പ്രലോഭനങ്ങൾ പറഞ്ഞ് ഇവർ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. ആ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇവരുടെ കൈ കിട്ടിയതിന് ശേഷം അവരുടെ സ്വഭാവം മാറി. പല പ്രലോഭനങ്ങൾ പറഞ്ഞാണ് ഇവളെ വരുത്തിക്കുന്നത്. മാറി. പിന്നെ അവർ പറയുന്നത് പോലെ ഇവൾക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ മൊഴി മാറ്റം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തെളിവുകൾ മുഴുവൻ അവനെതിരാണ്. അവൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, അത് ഡിവോഴ്സ് ചെയ്തിട്ടില്ല. പിന്നെ പോലീസ് റിപ്പോർട്ടുകൾ എതിരാണ്, ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇവരെതിരാണ്. അപ്പോൾ രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവും ഇല്ല എന്ന് മനസ്സിലാക്കി ഇവൻ അവസാനം എടുത്ത ഒരു അടവ് നയമാണ് ഇവളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് മൊഴി മാറ്റിക്കുക എന്നുള്ളത്. ആ കാര്യത്തിൽ അവർ വിജയിച്ചു. അവൾ നിസ്സഹായാവസ്ഥയിൽ അവൾ ആ യൂട്യൂബ് ചാനലിൽ 47 മിനിറ്റ് അവൾ സംസാരിക്കുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. അവൾ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിച്ചതാണ്. മറ്റുള്ളവർ ശ്രദ്ധിച്ചിട്ട് അത് എന്നോട് വന്ന് പറയുകയുണ്ടായി. ഒരു കാര്യം ശ്രദ്ധിച്ചു, ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ അവർ എഴുതി കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുകയായിരുന്നു. അതാണ് കുടുംബത്തിനെതിരെ ഒക്കെ അവൾ പറയേണ്ടി വന്നത്. വളരെ വേദനയോട് അത് ചെയ്യിപ്പിക്കുകയായിരുന്നു. അതാണ് അവൾക്ക് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ മോളെ പൊന്നുപോലെ വളർത്തിയിട്ടുള്ളതാണ്. അവൾ ഒരിക്കലും അച്ഛനും അമ്മയ്ക്കെതിരായിട്ട് സ്വന്തം മനസ്സുകൊണ്ട് പറയില്ല, ഉറപ്പാണ്. ആ സങ്കടം ഉണ്ടാക്കിയതല്ലേ. അപ്പോഴേക്കും സഹായിച്ച നിങ്ങൾക്ക് പോലും വളരെ ഇത് ആയില്ലേ, അത് ടിസ്റ്റായി പോകുന്നു എന്നുള്ളത്. ഇനി അവൾ ആ തെറ്റുകൾ മനസ്സിലാക്കി ഒരിക്കലും അവൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തികൾക്കല്ല അയാളുടെ കുടുംബവും കൂട്ടുനിൽക്കും. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഇയാള് മദ്യപിക്കുന്ന ഒരാളാണ്, അവരുടെ കുടുംബക്കാരും മദ്യപിക്കുന്നു, അമ്മ ഉൾപ്പെടെ മദ്യപിക്കുന്നവരാണ്. അപ്പൊ പിന്നെ അവർക്ക് സ്വബോധം നഷ്ടപ്പെട്ട ഇവനോടൊപ്പം ഇവൻ തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയാണ് എന്നെ നശിപ്പിക്കുന്നത്. കാരണം അമ്മ അതിന് കൂട്ടി നിൽക്കുന്നു. കാരണം ഇവർക്ക് എന്ന് വെച്ചാൽ ഇവർക്കെതിരെ നമ്മൾ പരാതി പോയി ആദ്യത്തെ സംഭവത്തിൽ അവർക്ക് എതിർപ്പുണ്ടല്ലോ. അപ്പൊ ഇവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ചൂഷണങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസിൽ നടപടിയെല്ലാം ഉണ്ടായിരുന്നു, പോലീസ് അവർക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അല്ല, ആദ്യഘട്ടത്തിൽ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സമീപനം, പതിയരകാവ് CI എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോലീസുകാരും വളരെ നല്ലൊരു സഹായം ആണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയുമുണ്ട് ആ കാര്യത്തിൽ. നമ്മൾ ഏതെങ്കിലും ഒരു അപാകത വന്നിറങ്ങി തുറന്നു പറയുന്നവരാണ്. എന്നാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് മേലാധികാരികൾ സർക്കാരും ഒരുപാട് നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് നിന്നു. പോലീസ് മേലാധി ACP, ഉത്തരമേഖല IG, DGP, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി, ഇതൊക്കെ നമുക്ക് അനുകൂലമായിട്ടും, അതുപോലെ വനിതാ കമ്മീഷൻ, രാഷ്ട്രീയ ഭേദമന്യ MLA-മാരൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ നമുക്ക് വേണ്ടി. മകളുടെ നിലപാട് ഇക്കുറി അത് ഉറപ്പായിട്ട് തന്നെ അതിൽ തന്നെ തുടരുന്നു. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ അവൾ കഴിഞ്ഞ് അവനെ കൂടി ജീവിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത്ര കണ്ട് സഹിച്ചില്ലേ, സഹിച്ച് അവൾ മതിയായി. അവൾക്ക് ഇനി ഒരു പരീക്ഷണത്തിന് ഞങ്ങളും മകളും തയ്യാറല്ല. അവൾക്കിപ്പോൾ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നില്ലേ. അവൾ M.Tech കഴിഞ്ഞാണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് ടാറ്റ എലക്സി എന്ന് പറയുന്നൊരു കമ്പനിയിൽ സീനിയർ എഞ്ചിനീയറായിട്ട് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 വർഷത്തോളം. അവൾ പഠിപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടി അവൾക്ക്. അതെ, അങ്ങനെ ആ ജോലി കിട്ടിയ കക്ഷി അവന് റിസൈൻ ചെയ്യിപ്പിച്ചു ആ ജോലി. അതിൽ മാനസികമായ വേദനയിലേക്കും അവൾക്കോട്ട് ഇപ്പോഴും ഉണ്ട്. കാരണം നല്ലൊരു ജോലി നഷ്ടപ്പെടുത്തി. അവളുടെ ഇപ്പോൾ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ആ ജോലി വീണ്ടും തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ മറ്റൊരു ജോലിയെങ്കിലും, അതിന് ആരെങ്കിലും എന്നെ സഹായിക്കണമെന്ന് അവൾ കെഞ്ചിടും. കാരണം അവളുടെ നിലയിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരുമില്ല. ഞങ്ങളൊക്കെ മരിച്ചു പോകും. എനിക്ക് 67 വയസ്സായി. അപ്പോൾ അവളുടെ ജോലി എന്ന് പറയുന്നത് അവളൊരു നിലനിൽപ്പിന്റെ വിഷയമല്ലേ.
അത് നഷ്ടപ്പെട്ടതിലുള്ള മാനസികാഘാതം അവൾക്ക് തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. അതെ, കോടതിയിലേക്ക് തന്നെ നീങ്ങും. അതെ, ഉദ്ദേശിക്കുന്നത് ഇതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വളരെ ക്ലിയർ ആണ്. കാരണം ഇതിൽ ഇനിയുള്ള നടപടികൾ കോടതിയിലേക്ക് അടക്കം നീങ്ങേണ്ടതുണ്ട്. കാരണം കോടതിയിൽ അത് തീരുമാനം വന്ന അതിൽ ഒരുമിച്ച് ജീവിക്കാമെന്നെല്ലാം തന്നെ പരസ്പരം സമ്മതപ്രകാരമെല്ലാം തന്നെ കോടതിയോട് സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഇനി ആ കേസിൽ നിന്നാണ് പുതിയ പരാതിയുമായിട്ട് അടക്കം പുതിയ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ തനിക്ക് ഏറ്റ പുതിയ ഈ മർദ്ദനവും കാര്യങ്ങളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും ആ കേസിലേക്ക് തന്നെ കടന്നു പോകാൻ തന്നെയാണ്, അതിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പെൺകുട്ടിയും കുടുംബവും ഉറപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടികളിലേക്ക് വൈകാതെ ഇവർ കടക്കുകയും ചെയ്യും. ശരി, ഡാനി പോളാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വിവരം